ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗംഗയും ദേവമാമയും ശംഖുവും മുത്തശ്ശിനെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നീ അത് തന്നെ ആലോചിച്ചിരുന്നാൽ ഇതൊന്നും സ്വസ്ഥത ഉണ്ടാവില്ല കേട്ടോ. ഇന്നത്തെ ദിവസം നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, നീ വന്ന് എന്തെങ്കിലും കഴിച്ചേ എന്ന് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട ഗംഗേ, എൻ്റെ ക്രാവിനെ തിരിച്ചു കിട്ടാണ്ട് ഞാൻ പച്ചവെള്ളം പോലും കുടിക്കില്ല കേട്ടോ. ദേ എൻ്റെ പൊന്നു മോനെ, നീ എന്തൊട്ടാടാ ഈ പറയണത്? അതെ, ഞാൻ വെറുതെ ഭ്രാന്ത് പറയണമെന്നും അല്ല കേട്ടോ അച്ഛാ, എൻ്റെ ഉറച്ച തീരുമാനമാണ്. ശംഖു, നീ നിൻ്റെ ഗൗരിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നിൻ്റെ ഗൗരിയെ തിരിച്ചാണ്ട് നീ പച്ചവെള്ളം പോലും കുടിക്കില്ല എന്ന്. അതെ, നിനക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാനൊക്കെ പറ്റൂ, കാരണം നീ നിൻ്റെ ഗൗരീനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ശംഖു, നമ്മൾ ആഹാരം കഴിക്കുന്നതേ ശരീരത്തിൻ്റെ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയല്ല, മനസ്സിൻ്റെ ആരോഗ്യത്തിന് കൂടി വേണ്ടിയിട്ടാട്ടോ. നീ ആഹാരം കഴിക്കാണ്ടിരുന്നാൽ 1-2 ദിവസം കഴിയുമ്പോൾ ശരിയായ രീതിയിൽ നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാനീ പറയണത്, ഗൗരിയെ രക്ഷിക്കാനുള്ള ഒരു വഴിയും നിൻ്റെ മനസ്സിൽ തെളിയില്ല. അതുകൊണ്ട് എന്താ പറയുക, നീ ഇപ്പോൾ CCTVയുടെ കാര്യം വരെ ശ്രദ്ധിച്ചില്ലേ? അതുപോലെ നിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന പലതും നിനക്ക് ശ്രദ്ധിക്കാതെ പറ്റാതെയാവും. അതുകൊണ്ട് ശംഖു, നീ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നിൻ്റെ ഗൗരിയെ നിനക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂടാ. അതുകൊണ്ട് അത് നീയൊന്ന് മനസ്സിലാക്ക്. എന്തേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗംഗ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. വന്ന് ആഹാരം കഴിക്ക്, വാടാ, നീ ഒന്ന് എഴുന്നേറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് ശംഖുവിൻ്റെ കൈ കയറി പിടിച്ചു ഗംഗ. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എടാ വാടാ ഒന്ന് ശംഖു, നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. അവസാനം ശംഖു എഴുന്നേറ്റ് ഗംഗയോടൊപ്പം പോകണം. ഇത് കണ്ടപ്പോഴത്തേനും മഹാദേവൻ ആഹാ എന്തോ ഒരു സന്തോഷം എന്ന് ചോദിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഗംഗ കൈ പിടിച്ചിങ്ങനെ പോകുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇയാൾക്ക്. എൻ്റെ വടക്കുന്നാഥാ, എൻ്റെ പൊന്നു കുട്ടിശങ്കരൻ ഗംഗയുടെ കൈ പിടിച്ച ഈ പിടുത്തം ജീവിതകാലം മുഴുവൻ അവനൊന്ന് പിടിച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ മണി കിളിക്കാണ് കേട്ടോ. അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, വിഷമിക്കൊന്നും വേണ്ടമ്മേ. ഗൗരീനെ എത്രയും വേഗം കണ്ടെത്തിയിട്ടേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരൂ കേട്ടോ. അമ്മ സമാധാനിട്ടിരുന്നോ, അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി ഒന്ന് ചിരിച്ചു കേട്ടോ. മഹാദേവനാണെങ്കിൽ വേറെ ഇങ്ങനെ കണക്ക് കൂട്ടി ഇങ്ങനെ ആളിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണുന്നത് ഗൗരീനെയാണ്. അപ്പം നല്ല അടിപൊളി ഒരു ചുരിദാറൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് നിൽപ്പ് കേട്ടോ. അപ്പം വേഗം അവിടുത്തെ ആ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. ഗൗരി വലിയൊരു റൂമിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് വന്നു, കയ്യിൽ ഫുഡുണ്ട്. അപ്പോൾ പാത്രവും ഇതൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ ഈ കുട്ടി നേരെ ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ആഹാ കൊള്ളാലോ, ചുരിദാർ പാകമാവുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നോ. കറക്റ്റ് ആണല്ലോ, എന്താണേലും കൊള്ളാം. അപ്പം വേഗം തന്നെ വരൂ ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ വേഗം തന്നെ ഗൗരി അവളുടെ പുറകെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആദ്യം ആഹാരം കഴിക്കുക. നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു വച്ചിരിക്കണത്? ആഹാരം കഴിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറയണം. കുട്ടി, താൻ എന്നെ കളിയാക്കുകയാണോ? വൃന്ദ, അങ്ങനെ വിളിക്കാം. ഇനി ഞാൻ ആരാണെന്ന് ശരിക്കും അറിയോ കുട്ടിക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. എൻ്റെ ഭർത്താവ് ആരാണെന്ന് അറിയുമോ? നിങ്ങൾ കരുതുന്നത് പോലെ ഒരു നിസ്സാരക്കാരനായ ആളല്ല ശങ്കർ. ഞാനൊരു പ്രൊഫസറുടെ മകളാണ്, ചാരങ്ങാട്ട് മഹാദേവൻ്റെ മരുമകളാണ്. അതൊക്കെ അറിഞ്ഞിട്ടാണോ ഈ കളി? അതോ നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതിനു വേണ്ടിയാണോ? ചേച്ചി അങ്ങനെ വിളിക്കാലോ അല്ലേ? ചേച്ചി ഇവിടെ ഉണ്ടെന്ന് എനിക്കും യോഗിനി അമ്മയ്ക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല. ഇനിയിപ്പം അറിയാനും പോണില്ല. എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യം എന്താ? എന്തിനു വേണ്ടിയാണ് നിങ്ങളിങ്ങനെ ചെയ്യണത്? ആ യോഗിനി അമ്മ, അവരോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിച്ചു. അതെ, വെജിറ്റേറിയനാ ഞങ്ങളുടെ ഒരു ശീലം. പിന്നെ ചേച്ചി വെജാണോ അതോ നോൺ വെജാണോ? പിന്നെ നോൺ വെജ് യോഗിനി അമ്മ സമ്മതിക്കാറില്ല. ദേ, പോലീസ് ഈ സ്ഥലം ചിലപ്പോൾ കണ്ടെത്തില്ലായിരിക്കും, പക്ഷേ എൻ്റെ ശങ്കർ അയാളെന്നെ തേടി വരിക തന്നെ ചെയ്യും. ശങ്കർ മഹാദേവൻ ആരാണെന്ന് അപ്പോൾ നിങ്ങളെ ശരിക്കും അറിയുന്നു. ചേച്ചി എന്ന് വിളിച്ചപ്പോഴത്തേനും പെട്ടെന്ന് യോഗിനി അമ്മ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ആൾ പെട്ടെന്ന് സൈലൻ്റായി. യോഗിനി അമ്മ നേരെ വന്നു. കയ്യിൽ എന്താ പറയുക, രുദ്രാക്ഷമുണ്ട്, കഴുത്തിലുണ്ട് ഒല്ലു തുറണം.
വന്നു നേരെ ആഹാരത്തിന് മുന്നിലേക്ക് ഇരുന്നു. അപ്പോൾ വൃന്ദ ഫുഡ് എടുത്ത് വെക്കുകയാണ്. ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. വന്നിരുന്ന് ഫുഡ് വെച്ചിട്ട് അപ്പോൾ കൈ തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ യോഗിനിയമ്മ പറയുകയാണ്, അതെ കുട്ടി, ഞങ്ങൾക്ക് കുറച്ച് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എന്താ നിങ്ങളുടെ ആവശ്യം? സമയമാവുമ്പോൾ പറയേണ്ടവരോട് ഞാനത് പറഞ്ഞോളാം. പണമാണോ എന്ന് ചോദിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എന്താ എൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ നീ ഇവിടെ തന്നെ ഉണ്ടാവും. അതുവരെ മാത്രം മര്യാദയ്ക്കിരുന്നാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പം അവിടെ ഇരിക്കുക എന്നിങ്ങനെ യോഗിനിയമ്മ കാണിച്ചു. ഒന്നും മിണ്ടിയില്ല. ഗൗരി നേരെ യോഗിനിയമ്മയുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടാനൊന്നും പറ്റുന്നില്ലല്ലോ. ഇനി മിണ്ടിയിട്ടുണ്ടെങ്കിൽ പണി പാളും എന്നുള്ള കാര്യം ഗൗരിക്ക് ഉറപ്പാണ്. യോഗിനിയമ്മയുടെ സ്വഭാവം വെച്ചിട്ട് ആദ്യം തന്നെ കിട്ടിയതാണ് ഒരു പണി. അപ്പോൾ ഇനി മിണ്ടണ്ട എന്ന് വിചാരിച്ച് ഗൗരി നേരെ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ്. അപ്പോൾ ശങ്കർ ഫുഡിൻ്റെ മുന്നേ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ രാധാമണിയുണ്ട്, ഗംഗയുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു മോനെ, നീ അവളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ നീ എന്തെങ്കിലും 2 വറ്റ് കഴിക്കും മോനെ എന്ന് പറഞ്ഞു. ദേ ജീവൻ കിടക്കണ്ടേടാ, 2 വറ്റ് പോയിട്ട് പച്ചവെള്ളം കുടിക്കാൻ പറ്റണില്ല അമ്മേ എനിക്ക് എന്ന് പറഞ്ഞു. അമ്മേ ശരിക്കും പറയട്ടെ, എനിക്കൊന്നും കഴിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. ശങ്കു എന്താ ഇത്? ഗംഗേ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഗൗരി ഇപ്പോൾ എവിടെയായിരിക്കും? അവൾ വല്ലതും കഴിച്ചിട്ടുണ്ടാവുമോ? അവളെ തട്ടിക്കൊണ്ട് പോയവരുടെ ആവശ്യം എന്തായിരിക്കും? പണമായിരിക്കുമോ? പണമാണെങ്കിൽ അവർ ഇപ്പോൾ ഭീഷണിയൊക്കെ ആയിട്ട് വിളിക്കേണ്ടതായിരുന്നു. അവരെന്താ വിളിക്കാത്തത്? മോനെ ശേഖര, നമ്മുടെ ആൾക്കാരും പോലീസുകാരും ഒക്കെ അവളെ അന്വേഷിക്കുന്നുണ്ടല്ലോ. നീയൊന്ന് സമാധാനപ്പെട്. അവൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. അമ്മേ, ഗൗരി എനിക്ക് തിരിച്ചു കിട്ടാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അല്ല തന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയെ, ഇവനെ ഞാൻ ഇനി എങ്ങനെയാവൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എനിക്കറിയില്ല. ശങ്കു, ദേ ഗൗരിയെ കാണാതെ എന്ന ആ നിമിഷം മുതൽ നമ്മുടെ മുത്തശ്ശി ഒന്നും കഴിച്ചിട്ടില്ല. നിനക്കറിയോ? മുത്തശ്ശി ഒന്നും കഴിച്ചില്ലേ? നീ ആഹാരം കഴിക്കാതിരുന്നാൽ മുത്തശ്ശിയും കഴിക്കില്ലടാ. മുത്തശ്ശി ഓർത്തെങ്കിലും നീ ഇതൊന്ന് കഴിക്ക്. നീ മുത്തശ്ശി ഒന്നും കഴിച്ചിട്ടില്ലേ? എന്ത് പഴിയാണ് നിങ്ങൾ കാണിച്ചത്? എന്ത് കഷ്ടാ! എന്തൊരു അസുഖങ്ങളുള്ള ആളാ. നിങ്ങൾക്കറിഞ്ഞുകൂടെ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കണമെന്ന്? മുത്തശ്ശി ആഹാരം കഴിക്കാതിരുന്ന അമ്മയ്ക്കത് പറയാൻ പാടില്ലേ? എടാ, ഞാൻ പറഞ്ഞില്ലെന്നാണോ നീ പറയണത്? അമ്മ അതൊന്ന് കേൾക്കണ്ടേ? അപ്പോൾ വേഗം തന്നെ ശംഖു ഫുഡ് എടുത്ത് പോകാൻ തുടങ്ങുകയാണ്. ശംഖു, നീ ഇത് എങ്ങോട്ടാടാ പോണത്? വേറെങ്ങടാ മുത്തശ്ശിക്ക് ആഹാരം കൊടുക്കാൻ. നിനക്ക് മുത്തശ്ശി ആഹാരം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സങ്കടം വന്നില്ലേ? അതുപോലെ തന്നെയല്ലേ ശംഖു, നീ കഴിക്കാതിരിക്കുമ്പോൾ എനിക്കും രാധമ്മായിക്കും ഒക്കെ സങ്കടം വരും. നീ ഇവിടെ ഇരിക്കുക, നീ ആദ്യം കഴിക്കുക, എന്നിട്ട് മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞു. അവസാനം ശങ്കർ സമ്മതിച്ചു. അവസാനം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഗംഗയ്ക്കും രാധമ്മായിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ കാണുന്നത് വേണീനെയാണ്. അപ്പോൾ വേണി ഇതേ വിളിക്കുകയാണ്. ആഹാ, നിനക്ക് ഇപ്പോഴാണോ വേണി മോളെ ഇങ്ങോട്ടേക്കൊന്ന് വിളിക്കാൻ തോന്നിയത്? അമ്മേ, സത്യം പറയട്ടോ, ഗൗരിക്ക് സത്യത്തിൽ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അത് പിന്നെ അതെന്ത് പറയാൻ എൻ്റെ വേണിമോളെ, ആരോ ദുഷ്ടന്മാർ നമ്മുടെ ഗൗരി മോളെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു. അതെയോ അമ്മേ? ഇത്ര വലിയൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടും അമ്മയെന്ന് എന്നെ വിളിച്ച് പറയുക പോലും ചെയ്തില്ലല്ലോ അമ്മേ. അതൊക്കെ പോട്ടെ. അല്ല, ഞാനിപ്പോൾ ഇത് അറിഞ്ഞിട്ടാട്ടോ ഇപ്പം അമ്മ അങ്ങോട്ടേക്ക് വിളിച്ചത്. അല്ല, ആരമ്മേ ഇതിൻ്റെ ഗൗരിയെ തട്ടിക്കൊണ്ട് പോയത്? അത് കൊള്ളാം. അവളെ തട്ടിക്കൊണ്ട് പോയത് ആരാണെന്ന് അമ്മ എങ്ങനെ അറിയാനാ മോളെ? അമ്മേ, ദേ ഉള്ളത് തന്നെയാണല്ലോ അല്ലേ ഈ പറയണത്. അമ്മയ്ക്ക് ശരിക്കൊന്നും അറിയില്ലല്ലോ അല്ലേ? അതെന്താ വേണിമോളെ നീ ഇങ്ങനെ ഒരു മുന വെച്ചൊരു സംസാരം? അമ്മേ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മയോട് ഞാൻ വ്യക്തമായിട്ട് ചോദിക്കാം കേട്ടോ. ഇതിൽ എൻ്റെ അമ്മയ്ക്ക് യാതൊരു പങ്കുമില്ലല്ലോ അല്ലേ? ഉറപ്പല്ലേ? എൻ്റെ പൊന്നു വേണി, എൻ്റെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി, നീ എന്തൊക്കെയാണ് വേണി ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇതിൽ എനിക്കെന്ത് പങ്ക് വരാനാ? നീ എന്താ ഈ പറയുന്നത്? നിൻ്റെ അച്ഛൻ്റെ ശത്രുക്കൾ ആരോ അവളെ തട്ടിക്കൊണ്ട് പോയതാ, അല്ലാണ്ട് ഇപ്പം അതും എൻ്റെ തെറ്റായോ എന്ന് ചോദിച്ചു. നീ ഒരു കാര്യം ചെയ്യാം, ഇത് മാത്രമാക്കണ്ട. നിൻ്റെ ഭർത്താവിലെ 25 കോടി രൂപ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച അയാൾ, അവനെപ്പോൾ ദേ ഗോതമ്പുണ്ടയും തിന്ന് അകത്ത് കിടപ്പുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ആ മോഷണം കൂടി നീ എൻ്റെ തലയിലേക്ക് തന്നെ വെച്ചോ. അമ്മേ,
എൻ്റെ ആദർശേട്ടനെ ഒരു 10 പൈസ ആരുടെയും മോഷ്ടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എന്തിനാടി അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നത്? എന്നാലും എൻ്റെ മോളെ, നിൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. അപ്പോഴത്തേനും ഇപ്പോഴെങ്കിലും നീ അമ്മ പറയുന്നത് ഒന്ന് അനുസരിക്കും മോളെ. ഒരു കാര്യം ചെയ്യുക, നീ ആ വീട്ടിൽ നിൽക്കണ്ട, വേഗം തന്നെ അച്ഛനോട് പറഞ്ഞ അമ്മ വണ്ടി അയക്കാം, നീ ഇങ്ങ് പോരെ എന്ന് പറഞ്ഞു. അതെ, എന്നെ കൂട്ടിക്കൊണ്ട് വരാനേ ഒരു വണ്ടിയും ഇങ്ങോട്ടേക്ക് അയക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശേഖരൻ അങ്ങോട്ടേക്ക് ഇതൊക്കെ കേട്ടോണ്ട് വരികയാണ് കേട്ടോ. ആ വണ്ടി കാലിയായിട്ട് റിട്ടേൺ അടിക്കുക തന്നെ ചെയ്യൂട്ടോ. അമ്മയ്ക്ക് പറ്റുമെങ്കിലേ എന്നെ ഒന്ന് സഹായിക്കാൻ അച്ഛനോടൊന്ന് പറ, അത്രയെങ്കിലും അമ്മയൊന്ന് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഗൗരിയുടെ കാര്യത്തിൽ അമ്മയ്ക്കോ നമ്മുടെ വീട്ടിലോ ആർക്കെങ്കിലും എന്തെങ്കിലും പങ്കുണ്ടെന്ന് തെളിഞ്ഞാലേ പിന്നെ അമ്മയ്ക്കറിയാലോ, പിന്നെ ഈ വേണിയുടെ മറ്റൊരു മുഖം അമ്മ കാണും കേട്ടോ. മോളെ വേണി. അപ്പോൾ വേണി വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇതിലേ പോയാലും കുറ്റം ഈ രാധാമണി തങ്കച്ചിക്ക് തന്നെയാണ്. എന്ത് കഷ്ടം. അപ്പോൾ ശേഖരൻ്റെ ദേഹത്തേക്ക് കയറി വരികയാണ്. അമ്മേ, ഒരു കാര്യം ചെയ്താലോ അമ്മേ, ഞാൻ അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ആ വേണി മോളെ ബലമായിട്ട് ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നാലോ, എന്ത് പറയുന്നു? ഒരു കാര്യമില്ലടാ, വേണി വരുമൊന്നുമില്ല എന്ന് പറഞ്ഞു. അമ്മ എന്തൊട്ടിനായി പറയുന്നത്? അവൾ ആ കള്ളന് വേണ്ടിയിട്ട് സ്വന്തം ലൈഫ് കളയാൻ പോവാ? എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അവൾക്ക് അവളുടെ ജീവിതത്തെപ്പറ്റി ചിന്തയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ മോനെ? അവൾക്കതിന് അവളുടെ കാര്യം നോക്കാൻ സമയമില്ലല്ലോ. ഗൗരിക്ക് എന്താ സംഭവിച്ചതെന്നാ ഇപ്പോൾ അവൾക്കറിയേണ്ടത്. അമ്മ എന്നോട് സത്യം പറഞ്ഞേ. സത്യത്തിൽ അന്നിവിടെ എന്താ സംഭവിച്ചത്? അന്നെന്താന്ന് വെച്ചാൽ നീയും കണ്ടതല്ലേ, പിന്നെന്താ മോനെ അറിയാത്തത്? ആരൊക്കെയോ വന്നോ ഗൗരിയെ തട്ടിക്കൊണ്ടു പോയി, അതാ സംഭവിച്ചത്. അതല്ല കേട്ടോ ഞാനിപ്പോൾ അമ്മയോട് ചോദിച്ചത്. എന്നാലും അതാരായിരിക്കും അവളെ ആ ഗൗരിയെ തട്ടിക്കൊണ്ടു പോയത്? അപ്പോൾ രാധാമണി മിണ്ടണില്ല. ഈ കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അമ്മയ്ക്ക് നന്നായി അറിയാം. അമ്മയുടെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് നന്നായി മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒന്ന് ചിരിച്ചു. എനിക്കൊന്നും അറിയില്ലടാ. ഓഹോ, ആ ചിരി കണ്ടാൽ മതിയല്ലോ, അമ്മയ്ക്ക് നന്നായി അറിയാം. അമ്മേ പറയമ്മേ ഒന്ന് എന്ന് പറഞ്ഞു. അതെ, വേഗം പറഞ്ഞേ, സത്യം പറയമ്മേ, എന്താ സംഭവം? ആരാ തട്ടിക്കൊണ്ട് പോയത്? അപ്പോൾ രണ്ടുപേരും പുറത്തേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട്, എടാ ശേഖര, നീ ഇത്രയ്ക്ക് മണ്ടനാണോ? എന്തുട്ട്? അതെന്താ അമ്മ അങ്ങനെ ഒരു വർത്തമാനം എന്ന് ചോദിച്ചു. എടാ മോനെ, ഈ ചാരങ്ങാട്ട് വീട്ടിൽ വന്ന് ചാരങ്ങാട്ട് മഹാദേവൻ്റെ മരുമകളെ തട്ടിക്കൊണ്ട് പോവാനേ ആർക്കാടാ ധൈര്യമുള്ളത്? അപ്പം പിന്നെ എങ്ങനെയാ ഗൗരിയെ തട്ടിക്കൊണ്ട് പോയത്? ഇതാ ഞാൻ പറഞ്ഞത്, നീ വെറും മണ്ടനാണെന്ന്. അമ്മ വെറുതെ മണ്ടൻ വിളിച്ച് ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യാതെ അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. എടാ ശേഖര, ഈ ചാരങ്ങാട്ട് വീട്ടിൽ വന്ന് ഗൗരിയെ തട്ടിക്കൊണ്ട് പോകാൻ ആകെ ഒരാൾക്കും ധൈര്യം വന്നിട്ടില്ല. അതിൻ്റെ പിന്നിൽ ആരായിരിക്കുമെന്ന് നിനക്ക് ഊഹിച്ചൂടെ? ആരാമേ എന്ന് ചോദിച്ചോ. എടാ മണ്ട, ഇപ്പോഴും നിനക്ക് കാര്യങ്ങൾ അങ്ങ് വ്യക്തമായി മനസ്സിലായില്ല അല്ലേ? നിൻ്റെ അച്ഛനാടാ, അല്ലാതെ പിന്നെ ആരാ? അച്ഛൻ ആരാ മോനല്ലേ? പിന്നല്ലാണ്ട്. അങ്ങേരിതൊന്നും എന്നോട് തുറന്ന് സമ്മതിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ് ഇത് അങ്ങേരുടെ പ്ലാൻ തന്നെയാണെന്ന്. ബുദ്ധിരാക്ഷസൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ശേഖരൻ. അപ്പം നമ്മുടെ കമലത വീണ്ടും പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഒക്കെ എത്തിയിരിക്കുകയാണ്. ആളെ കണ്ടാൽ നമ്മളൊന്ന് നോക്കി നിൽക്കും, നല്ല മോഡലിംഗ് ഒക്കെ നല്ല സുന്ദരിയായിട്ട് നിൽക്കണം. അപ്പോൾ ശേഖരൻ വന്നു വാ പൊളിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇതാരാ ഇത് എന്നോർത്തിട്ട് എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ കേട്ടോ. നമ്മുടെ കോഴി ശേഖരൻ്റെ കോഴിത്തരം പുറത്തേക്ക് വരികയാണ്. കമലയെ കണ്ട് സകല കൺട്രോളും പോയി നിൽക്കുകയാണ് ആള്. ഇത്രയും സൗന്ദര്യം കമലയ്ക്കുണ്ടെന്ന് എപ്പോഴാണ് നമ്മുടെ ശേഖരന് മനസ്സിലായി തുടങ്ങിയത്? ഒന്നും പറയണ്ട. അപ്പം ശേഖരനെ നേരെ അകത്തേക്ക് കയറി ചെന്നു. ഡി കമലേ എന്ന് വിളിച്ചു. കമലേ, നിൻ്റെ ഈ മാറ്റം ഉണ്ടല്ലോ, സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്കങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ പറ്റണേ ഇല്ലടി എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം കമല ചിരിച്ചുകൊണ്ട്, അതെ സത്യം കേട്ടോ ശേഖരേട്ടൻ പറയുന്നത്. അമ്മ അതിൽ അടാറ് മാറ്റമായിപ്പോയി കേട്ടോ. പോ ശേഖരേട്ടാ എന്ന് പറഞ്ഞു. ശേഖരേട്ടന് എൻ്റെ ഈ മാറ്റം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഇഷ്ടപ്പെട്ടോന്നോ? എന്ത് ചോദ്യമാണ് കമല നീ ചോദിച്ചത്? നിൻ്റെ ഈ വേലക്കാരിയെ പോലുള്ള നടത്തവും ഭാവവും ആ ലുക്കും ഒന്നും അല്ലട്ടോ. എൻ്റെ അമ്മോ,
ഇതായിരുന്നു കേട്ടോ ശേഖരേട്ടൻ ആഗ്രഹിച്ചത്. ഇത് തന്നെ, ഇത് മാത്രം കേട്ടോ. സത്യം പറയട്ടെ, ഇങ്ങനെ മോഡൽ ലുക്കായിട്ടൊന്ന് മാറിയിട്ട് ഒരാൾ വേണം എന്നായിരുന്നു എൻ്റെ ശേഖരേട്ടൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം. ഇപ്പോൾ സാധിച്ചു കേട്ടോ. പക്ഷേ കിട്ടിയതോ അങ്ങനെയല്ല കേട്ടോ. അതിപ്പം മാറി. ഇപ്പം ആ സങ്കടമൊക്കെ മാറി. ശേഖരേട്ടൻ്റെ ഇഷ്ടങ്ങളൊന്നും ശേഖരേട്ടൻ എന്താ എന്നോട് ഇങ്ങനൊന്നും പറയാതിരുന്നത്? ഹോ, എങ്ങനെയാ ഞാൻ പറയാം. ഞാൻ അടുത്തേക്ക് വരുമ്പോഴേക്കും നിനക്ക് അടുക്കളയുടെ മണമായിരുന്നില്ലേ? പിന്നെ എങ്ങനെ പറയാനാ? ഇത്രയും നാളും നീ വെറും എന്താ പറയുക, മോശക്കാരിയായിരുന്നു കേട്ടോ കമലേ. പക്ഷെ ഇപ്പം ഇനി അങ്ങനല്ല കേട്ടോ. ഇപ്പം നിന്നെ കണ്ടാലേ നമ്മുടെ ഒരു നടിയുണ്ടല്ലോ, റീമ കല്ലിങ്ങൾ, അവളെ പോലെ തന്നെ കേട്ടോ. അവളുടെ സെയിം ഫേസ്, സെയിം മുടി, അങ്ങനെ എല്ലാം തന്നെ. ശരിക്കും അതേ ലുക്ക് എല്ലാം നീ അതുപോലെ തന്നെ കേട്ടോ. നീ വന്നേ എൻ്റെ കമലേ, ശേഖരേട്ടൻ്റെ അടുത്തേക്കൊന്ന് വന്നേ എന്ന് പറഞ്ഞ് ശേഖരേട്ടനെ വിളിക്കുകയാണ്. എനിക്ക് നാണാ? ഓ പിന്നെ എന്ത് നാണം, നീ ഇങ്ങ് വാന്നേ. നീ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? നാണമാകുന്നു മേനി നോവുന്നു എന്ന പാട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഒന്ന് വന്നേ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് കമലയെ പിടിച്ച് വലിക്കുകയാണ്. അപ്പം കമല നിന്ന് കൊഞ്ചിക്കൊഴയുന്നുണ്ട് കേട്ടോ. ഈ ശേഖരേട്ടൻ്റെ ഒരു കാര്യം, എൻ്റെ മോളെ ചേട്ടനൊരു ഉമ്മ തരുമോ? വേണ്ട ശേഖരേട്ടാ, അത് പിന്നെ തരാം ശേഖരേട്ടാ എന്ന് പറഞ്ഞു. പ്ലീസ് ദേ ഒരെണ്ണം താന്നേ പ്ലീസ്, പിന്നെ തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഒന്നും വേണ്ട, ഇപ്പം തന്നെ പിന്നത്തേക്ക് വെക്കേണ്ട കാര്യമാണോ ഇത്? ദേ വന്നേ പറ്റുള്ളൂ കേട്ടോ, പ്ലീസ് ഒന്ന് താന്നേ. വേണ്ട പിന്നെ മതി എന്ന് കമല ഇങ്ങനെ പറയണം. പറ്റില്ല കേട്ടോ കമലേ, ദേ എനിക്ക് ഇപ്പം തന്നെ വേണം കേട്ടോ, ഇപ്പം തന്നെ വേണം, എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാനേ ശേഖരേട്ടനെ കണ്ണടച്ചിരിക്കാം, എന്നെ അടുത്തിങ്ങനെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് എനിക്കൊരു കിസ് തരണം. എങ്ങനെ, സെറ്റാണോ? ഓക്കെ, ഒരു അടിപൊളി ഉമ്മ. ഞാനിവിടെ ഇരിക്കാൻ പോവാട്ടോ, ശേഖരനെ കണ്ണടയ്ക്കുവേ എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണടച്ചിരിക്കുകയാണ് കമല മോള്. ഇനി ശേഖരേട്ടനും ഞാനേട്ടൻ ചോദിച്ച സാധനം ഒന്ന് തന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിറിയൊക്കെ വെച്ചിരിക്കുകയാണ് ആള്. അപ്പോൾ കമലയുടെ വിധം മാറി. കമല കയ്യിൽ അയൺ ബോക്സ് പിടിച്ച് നിൽക്കുകയാണ്. തീപ്പൊട്ടി നല്ല ചൂടാക്കി. നീ അടുത്തേക്ക് വരുമ്പോഴേ എൻ്റെ കവളത്തൊരു ചൂട്, എൻ്റെ അമ്മോ, എൻ്റെ കമലേ, എന്താ സംഭവം? എൻ്റെ അമ്മയ്ക്ക് ഇത്രയും ചൂടാണോ കമലേ? ശരി താ എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ വീണ്ടും തേപ്പോട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇരിക്കുവാണ്. എന്ന് ചോദിച്ചു. തൊട്ട് നോയപ്പോൾ ചൂടും. ഈ അൺബോക്സ് വെച്ചിട്ട് ഞാൻ നിനക്ക് ഉമ്മ തരട്ടെ ചാരങ്ങാട്ട് ശേഖര? എടി കമലേ, നീ വെറുതെ തമാശ കളിക്കില്ലേ? ശേഖരേട്ടന് റീല് കളിക്കാനുള്ള ഫേസ് ആട്ടോ. എൻ്റെ ഈ മുഖം, എൻ്റെ ഈ ഗ്ലാമർ കളയരുത് എൻ്റെ പൊന്നു മോളെ. നീ ചതിക്കല്ലേ, ഞാനൊന്ന് റീച്ചായി വരുന്നതേ ഉള്ളൂ. പ്ലീസ് നീ എന്നെ ചതിക്കല്ലേ കമലേ, ഞാൻ കാല് പിടിക്കാം. എങ്കിൽ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. ഗൗരി എവിടെ? ഗൗരിക്ക് എന്താ സംഭവിച്ചത്? അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് നീ കണ്ടതല്ലേ? പിന്നെ ഞാൻ എങ്ങനെ പറയാനാ? അവളെ ആരും തട്ടിക്കൊണ്ടു പോയി, അത്രയേ ഉള്ളൂ. ആരാത് ചെയ്തതെന്ന് നിനക്കറിയാം, സത്യം പറഞ്ഞോ നീ എന്ന് പറഞ്ഞു. പറഞ്ഞില്ലെങ്കിൽ ദേ ഈ അയൺ ബോക്സ് നിൻ്റെ മുഖത്ത് വെച്ച് ഞാൻ ഉരയ്ക്കും. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വര? ആകെ പെട്ടിരിക്കുകയാണ് നമ്മുടെ ശേഖരൻ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.